റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി സർക്കാർ. വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ വീണ്ടും ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച. സമവായമായില്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനാണ് സർക്കാർ നീക്കം. ആവശ്യമെങ്കിൽ കടകൾ ഏറ്റെടുക്കുമെന്നും ഉച്ചയ്ക്ക് ശേഷം തുറക്കാത്ത റേഷൻ കടകൾക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. എന്നാൽ വേതന പാക്കേജ് പരിഷ്കരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികൾ. സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, ചർച്ചയിൽ സമവായത്തിലേക്ക് വരണം എന്ന മുന്നറിയിപ്പോടുകൂടി ഒരു ചർച്ചയാണ് 2 മണിക്ക് നടക്കാൻ പോകുന്നത് എന്നത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? സുജയ, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സമവായ നീക്കം ഒരു വശത്ത് നടത്തുന്നു. ഇനി സമവായമായില്ല എങ്കിൽ മറ്റു ബദൽ മാർഗം സർക്കാർ തേടുന്നു എന്നതാണ്. 2 സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. നിലവിൽ ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വിരലിലുണ്ടാവുന്ന ചില റേഷൻ കടകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സ്ഥിതി തന്നെയാണ്. നിലവിൽ വ്യാപാരികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും മാർച്ച് ആരംഭിക്കാനിരിക്കുകയാണ്. ചേട്ടാ, നിലവിൽ ഏതായാലും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് 2 മണിക്ക്. സമവായമാകുമെന്ന പ്രതീക്ഷയാണ്. അറിയില്ല. ഞങ്ങൾക്ക് മന്ത്രിയുമായിട്ട് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന രീതിയിൽ വ്യക്തമായ ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം കൂടി ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അത് എന്താണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നേരത്തെ 2 തവണ നടന്നു. ഒരു പ്രാവശ്യം ധനകാര്യമന്ത്രി കൂടി ഓൺലൈനിൽ വന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് നടന്നു. വെറും 2 മിനിറ്റ് മാത്രമാണ് ധനകാര്യമന്ത്രി ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കാണിച്ചു പോവുകയാണ് ചെയ്തത്. അദ്ദേഹം അതിലെ നേതാക്കളെ മാത്രം ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരു മുഖവിലയ്ക്ക് പോലും അദ്ദേഹം ഒരു വാക്കുപോലും പറയാൻ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2018 ഈ പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നതിന് ശേഷമാണ് ഈ പുതിയ പാക്കേജ് വന്നത്. അപ്പോൾ അത് കാലയളവിൽ നമുക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു പുതിയ സംരംഭമാണ്. അതിന് വേണ്ട ഭേദഗതിയിൽ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് നമ്മളോടൊപ്പം ഉറപ്പ് നൽകിയതാണ്. അതിനുശേഷം നമ്മൾ പല പ്രാവശ്യം നമ്മുടെ പൊതുവിതരണ വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെയും മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് പല പ്രാവശ്യം നമ്മുടെ ആവശ്യങ്ങൾ അത് അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചുവെങ്കിലും നമുക്ക് അനുയോജ്യമായ ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോൾ ഈ വേതന പരിഷ്കരണം എന്നുള്ള കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ അതിനൊരു കാലപരിധി വെച്ചാൽ അതിനോട് തയ്യാറാവാൻ നിങ്ങൾ ഓക്കെയാണ്? ഞങ്ങളത് കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ചയിൽ പറഞ്ഞല്ലോ. നമുക്ക് ഉടനെ വേണ്ട, നാളെ വേണ്ട, മറ്റന്നാൾ വേണ്ട. അങ്ങ് അവിടെ നിന്ന് ക്രിയാത്മകമായ ഒരു നിർദ്ദേശമെന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയേണ്ടത്, നിങ്ങൾ ഇത്ര മാസത്തിനകം, ഒരുപാട് നീണ്ടല്ല, ഒരു 3 മാസത്തിനകം നിങ്ങളുടെ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കും. അതിന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി തരാൻ രേഖാമൂലം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, രേഖാമൂലമുള്ള ഒരു ഉറപ്പ് തരാണെങ്കിൽ ഞങ്ങൾ ഏത് നിമിഷവും ഈ സമരം പിൻവലിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നത് അത് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും വേണം. കാരണം ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല. കാരണം 18,000 രൂപ എന്ന് ഗവൺമെൻറ് പറയുന്നു എങ്കിലും അതൊന്നും പലപ്പോഴും 6,500 റേഷൻ വ്യാപാരികൾക്ക് അതിനകത്ത് താഴെയാണ് കിട്ടുന്നത്. ദൈനംദിനം അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് അനുഭവിക്കുന്നത്. കടവാടക കൊടുക്കാൻ കഴിയുന്നില്ല, കറണ്ട് വാടക കൊടുക്കാൻ കഴിയുന്നില്ല, ഒരു സഹായിക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അനുദിനം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പോൾ തന്നെ 2 മാസം വരെ കടവാടക കൊടുക്കാൻ ഒക്കാത്ത റേഷൻ വ്യാപാരികളുണ്ട്. അവരുടെ കടയുടെ ഉടമസ്ഥർ ആ കട ഒഴിയണമെന്ന് പറയുന്നു. പക്ഷേ ഒരു റേഷൻ കട ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ഒഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. അതുകൊണ്ട് അതാണ്, അതായത് നിങ്ങളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആളുകൾക്ക് കൊടുക്കേണ്ട ഭക്ഷ്യ സാധനങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ അവകാശം അത് ഇല്ലാതാക്കുകയല്ല. അപ്പോൾ മിനിസ്റ്റർ പറയുന്നത് വെച്ച് ഉച്ചയ്ക്ക് ശേഷം തുറക്കാത്ത കടകൾക്കെതിരെ വകുപ്പ് തല നടപടിയിലേക്ക് കടക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ കടക്കുമെന്നല്ല. ഞങ്ങൾ കൃത്യമായി സമരത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ഒരു ഭീഷണിയും സർക്കാർ ഇതിനകത്ത് ട്രേഡ് യൂണിയൻ സംഘടനകൾ അടക്കമുള്ള കേരളത്തിലുള്ള എല്ലാ റേഷൻ വ്യാപാരി സംഘടനകളും ഇതിനകത്ത് പങ്കെടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ യാതൊരു വിധ ഭീഷണിയും ഇതിനകത്ത് നടക്കില്ല. ഇപ്പോൾ തന്നെ ബലം പ്രയോഗിച്ച് സൊസൈറ്റി ടെമ്പററി റേഷൻ കടകളെ തുറക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഞങ്ങൾ അടപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് 200 താഴെ റേഷൻ കടകൾ മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നാളെ ഈ സമരം ഇന്ന് കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ നാളെ ഈ സമരം അതിശക്തമായി തന്നെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനം എടുത്തുകൊണ്ട് നടപ്പിലാക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. സർക്കാരിൻ്റെ ഏതൊരു ഭീഷണിക്കും ഞങ്ങൾ നിന്നു കൊടുക്കില്ല. അതാണ് അപ്പോൾ റേഷൻ കടയുടമകൾക്ക് പറയാനുള്ളത്. വകുപ്പുതല നടപടി സ്വീകരിക്കുമെന്ന് കൃത്യമായി മന്ത്രി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടക്കുന്നത്. സമവായമായില്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് റേഷൻ കടകൾ സർക്കാർ ഏറ്റെടുക്കുമോ? 2 മണിക്കാണ് ചർച്ച. അതേസമയം തന്നെ ഉച്ചയ്ക്ക് ശേഷം തുറക്കേണ്ടത് 4 മണിക്കാണ്. 4 മണിക്ക് കട തുറന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക? അതറിയാൻ നമുക്ക് 4 മണി വരെ കാത്തിരിക്കാം.